സഖാവിന് ഒരുപാട് പോലീസ് മർദ്ദനം ലഭിച്ചിട്ടുണ്ടെന്ന് ഞങ്ങളിങ്ങനെ സംസാരിച്ചു. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് ഈ സഖാവ് ജയിലിലായിരുന്നപ്പോൾ കുട്ടികളുമായിട്ടുള്ള ഒരു ജീവിതം, അതിനെപ്പറ്റി എന്തെങ്കിലും? അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ജോലിക്ക് പോകണമായിരുന്നു. അപ്പം കുട്ടികൾക്ക് എപ്പോഴും ചെറിയ പിള്ളേരായിരുന്നു ഇവർ രണ്ടുപേരും, മോളും മോനും. അപ്പോൾ പിള്ളേർക്ക് പിന്നെ ബ്രോങ്കോ ന്യൂമോണിയ വന്നു, ഈ മീസിൽസ് വന്നിട്ട് പിന്നെ ഒത്തിരി 2-3 പ്രാവശ്യം പിള്ളേരെ അഡ്മിറ്റ് ചെയ്തു ഹോസ്പിറ്റലിൽ തന്നെ. അപ്പം നമുക്ക് ഈ പരോളിലൊന്നും അയച്ചിട്ടില്ല, കൊടുത്തിട്ടൊന്നും തന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടിയായിരുന്നു, വളരെയേറെ ബുദ്ധിമുട്ടിയായിരുന്നു. ജോലിക്ക് പോകണം, കുട്ടികളുടെ കാര്യം നോക്കണം, പിള്ളേരുടെ അസുഖം ഒക്കെ അന്ന് ഒത്തിരി കഷ്ടപ്പെട്ടായിരുന്നു. അപ്പോഴൊക്കെ പിന്നെ ഈ ഇങ്ങനെ സഖാവിനെ വിവാഹം കഴിച്ചത് എന്തെങ്കിലും ഒരു നിരാശയോ വിഷമോ തോന്നിയോ? അത് തോന്നിയില്ല, കാരണം പാർട്ടിയായിട്ടൊക്കെ നേരത്തെ അറിയാവുന്നതായിരുന്നു. അതിനകത്തൊക്കെ ഒരു സന്തോഷമാണ്. പാർട്ടിയായൊക്കെ നേരത്തെ തന്നെ പാർട്ടിയായിട്ട് ബന്ധമുണ്ടായിരുന്നല്ലോ. എവിടെ വെച്ചായിരുന്നു വിവാഹം? ആലപ്പുഴ നരസിംഹപുരം ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു വിവാഹം. വിവാഹത്തിന്റെ പിറ്റേ ദിവസം തന്നെ ഒരു വീടെടുത്ത് താമസിച്ചിട്ട്, അന്ന് അമ്പലപ്പുഴ MLA ആയിരുന്നു. അപ്പം ഇങ്ങനെ നേരെ തിരുവനന്തപുരത്തേക്ക് ഒറ്റയ്ക്ക് വന്നു എന്നുള്ളൊരു കഥയുണ്ട്. അത് സത്യമാണ്? സത്യമാണ്. സഖാവ് പോയി അവിടെ, പിന്നെ അസംബ്ലിയൊക്കെ ആയതുകൊണ്ട് സഖാവ് പോയായിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്, വെള്ളിയാഴ്ച കഴിയുമല്ലോ അസംബ്ലി, അത് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ എന്ത് കൂടെ പോകണമെന്ന് പറഞ്ഞില്ലേ? കൂടെ പോകണമെന്നൊക്കെ പറഞ്ഞായിരുന്നു, പിന്നെ കൊണ്ടുപോയായിരുന്നു. അല്ല, ഇത് ഈ കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ആൾക്കാർ ഒറ്റയ്ക്ക് വരുന്നത് കണ്ടപ്പോൾ ആൾക്കാരെന്തെങ്കിലും ചോദിച്ചു, എന്താ സഖാവ് കുഞ്ഞുങ്ങളെ പോകാഞ്ഞ്, കൂടെ കൊണ്ടുപോകാഞ്ഞ് എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അതൊന്നും അത്ര ശ്രദ്ധിക്കാറില്ല. അതൊക്കെ കേട്ടുവിടുക എന്നുള്ളതല്ലാതെ മനുഷ്യർ പലതൊക്കെ ചോദിക്കുമല്ലോ. ഈ സഖാവിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഈ പിന്നെ കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ വരുമ്പോൾ അതെങ്ങനെ എടുക്കും? ആദ്യമൊക്കെ നല്ല വിഷമം തോന്നും, പിന്നെ അതൊക്കെ ഞങ്ങൾ തന്നെ സോൾവ് ചെയ്യും. രാഷ്ട്രീയം വീട്ടിലേക്ക് ചർച്ച കൊണ്ടുവരും? അതുകൊണ്ടുവരില്ല, രാഷ്ട്രീയമൊന്നും വീട്ടിൽ ചർച്ച ചെയ്യാറില്ല. എന്നാലും ഇത് നമ്മൾ പത്രമൊക്കെ വായിച്ച് ഇതൊക്കെ അറിയുമല്ലോ. സഖാവിടെ അങ്ങനെ രാഷ്ട്രീയം ചോദിച്ചാൽ സഖാവ് അത്ര അത് കാര്യമായിട്ട് എടുക്കത്തുമില്ല, അതിന് മറുപടിയൊന്നും പറയുകയില്ല. അതുകൊണ്ട് ഞങ്ങളധികം ചോദിക്കില്ല. അപ്പോൾ എന്തായാലും രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഓർമ്മയിലുണ്ടോ? ഈ സാധാരണ ഇതിൽ നിന്നും കുറച്ച് ഓർമ്മയ്ക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ? അടിയന്തരാവസ്ഥ തന്നെ പ്രധാനപ്പെട്ട കാര്യം, അതിന് വലിയ പ്രശ്നം ഉണ്ടായില്ല. അല്ല, ഞാൻ ചോദിച്ചത് ഈ ആരോപണങ്ങൾ വരുമ്പോൾ. ആരോപണങ്ങൾ നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? അതൊക്കെ തന്നെ ഞങ്ങൾ വീട്ടിൽ എങ്ങനെയാ അത് എടുക്കുന്നു എന്നുള്ളത്? വീട്ടിലിത് എങ്ങനെ എടുക്കുന്നു, ഞങ്ങൾ അങ്ങനെ വായിച്ച് മനസ്സിലാക്കി വിഷമിച്ച് കുറച്ച് നേരം, അത്ര തന്നെ. അല്ല പിന്നെ അതേപ്പറ്റി എന്ത് ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് വീട്ടിലിരിക്കുന്നവർ അതേപ്പറ്റി പിന്നെ എന്താ ആലോചിക്കും. ഈ ഒരുപാട് സഹാക്കളുമായിട്ട് വളരെ ആത്മബന്ധമുള്ള ഒരു ആളാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഏറ്റവും അടുത്ത സഹാക്കളെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത നേതാക്കന്മാരെ പറ്റി എന്തെങ്കിലും ഓർമ്മകളുണ്ടോ സഖാവ്? അടുത്ത നേതാക്കളെ പറ്റിയെല്ലാം ഒരുപാട് ഓർമ്മകളുണ്ട്. അടുത്ത നേതാക്കളിൽ ഒരാളാണ് AK ഗോപാലൻ, EMS. അതുപോലെ തന്നെ P സുന്ദരയ്യ, ബസുവന്നയ്യ, ജ്യോതിബാസു, ഇതുപോലുള്ള നേതാക്കന്മാരും അതുപോലെ തന്നെ MN, PT പുന്നൂസ്, K ദാമോദരൻ, ഉണ്ണിരാജ, NA ബലറാം, അതുപോലുള്ള നേതാക്കന്മാരും പിന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പങ്കജാക്ഷൻ, ചന്ദ്രചൂഡൻ, അതുപോലുള്ള നേതാക്കൾ, മറ്റു കക്ഷികളുടെ നേതാക്കൾ, അവരെല്ലാമായിട്ട് കുറേ അധികം കാലത്തെ പരിചയവും സ്നേഹവും ബന്ധവും ഒരുമിച്ചുള്ള പ്രവർത്തനവും പിണങ്ങിയുള്ള പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ഇടകലർന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെയുള്ള സ്ഥിതിഗതികളെ സംബന്ധിച്ചെല്ലാം മനസ്സിലാക്കാനും പഠിക്കാനും
കഴിഞ്ഞിട്ടുണ്ട്. ആ തരത്തിലുള്ള അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഇപ്പോഴും ഉണ്ട്.